ദൈവശബ്ദം മുഴങ്ങിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശബ്ദം മുഴങ്ങിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനമുണർന്നിടട്ടെ. തിരുസഭ ഉണരട്ടെ, ദൈവജനമുണർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ ഈശോയുടെ സ്വഭാവത്തെക്കുറിച്ച് തിരുവചനം പഠിപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൽ അതിൽ 20-ാമത്തെ തിരുവചനം. നീതിയെ വിജയത്തിൽ എത്തിക്കുന്നതുവരെ അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല. പുകഞ്ഞ തിരി കെടുത്തുകയും ഇല്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ 23-ാം ദൈവശബ്ദം കൺവെൻഷനിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും 3 മേഖലയിലേക്ക് ചുരുക്കാൻ വേണ്ടി പറ്റും. ഒന്ന്, ശരീരത്തിൻ്റെ ആവശ്യങ്ങൾ; രണ്ടാമത്, മനസ്സിൻ്റെ ആവശ്യം; മൂന്നാമത്, ആത്മാവിൻ്റെ ആവശ്യം. ഹല്ലേലൂയ. നമ്മൾ എന്ത് നിയോഗം പറഞ്ഞാലും ഈ 3 മേഖലയിൽ ഉൾപ്പെടുന്നതാണ് അത്. അതിനപ്പുറത്തേക്ക് വേറൊരു ആവശ്യം നമുക്കില്ല. ഹല്ലേലൂയ. ഇതിൽ തന്നെ ഏത് ആവശ്യമാണ് പ്രധാനപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന അഭിപ്രായത്തേക്കാൾ ഉപരി യേശു എന്ത് പറയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൽ കഷ്ടത അനുഭവിക്കുന്നതും ശരീരത്തിൽ വേദന അനുഭവിക്കുന്നതും അത് അനുഭവിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഹല്ലേലൂയ. അതൊരു ജലദോഷമാണേലും തുമ്മലാണേലും ഒരു അലർജി ആണേലും അനുഭവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമാണ്. അതൊരു ഉദാഹരണം പറയാം. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൊച്ച് പരീക്ഷയുടെ തലേദിവസം ഇങ്ങനെ വീടിൻ്റെ വാതിൽ കൂടെ നടന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പരീക്ഷയുടെ ടെൻഷൻ മൂത്ത് നടക്കുന്ന സമയത്ത് ഇത് ഉണക്കത്തേങ്ങയുള്ള തെങ്ങിൻ്റെ ചോട്ടിൽ അവിടെ പോയി പഠിക്കുന്ന സമയത്ത് ഒരു തേങ്ങ ആ കൊച്ചിൻ്റെ തലയിലേക്ക് വീണു. ഇതുവരെ പരീക്ഷയുടെ ടെൻഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ തേങ്ങ വീണ് തല പൊട്ടി ചോര ഒലിച്ചുകൊണ്ട് വരികയാണ്. ഇപ്പോൾ ഈ കൊച്ച് എവിടെയാണ് വേദന അനുഭവിക്കുന്നത്? ശരീരത്തിലാണോ, മനസ്സിലാണോ, ആത്മാവിലാണോ? ഉറക്കെ പറ, കേൾക്കാമല്ല. ഒന്നുകൂടെ ശക്തിയോടെ പറ. ശരീരത്തിലാണ്. തേങ്ങ തലയിലാണ് വീണത്. വേദന അതുകൊണ്ട് ശരീരത്തിലാണ്. ചോര വാർന്നൊഴുകുന്നതിൻ്റെ വേദന, തേങ്ങ വീണതിൻ്റെ നൊമ്പരം, പിന്നെ പരീക്ഷ ഇടയ്ക്ക് അസ്വസ്ഥ. അപ്പോൾ ഈ ശരീരത്തിൽ വേദന അനുഭവിക്കുന്ന ഒരു കൊച്ചാണ്. ഈ കൊച്ച് അമ്മയുടെ അടുത്തോട്ട് കരഞ്ഞുകൊണ്ട് എൻ്റെ തലയിൽ തേങ്ങ വീണു എന്ന് വന്ന് പറഞ്ഞപ്പോഴേക്കോ ഈ അമ്മ, സാധാരണ നാട്ടിൻപുറത്തെ അമ്മച്ചമാരാണെങ്കിൽ ചിലപ്പോൾ ചില കുറ്റങ്ങൾ കണ്ട അപ്പോൾ ആദ്യം തല്ലിയിട്ട കാര്യം രണ്ടാമത് ചോദിക്കുകയുള്ളൂ. അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിന് പണിത്തിരക്കുള്ള സമയത്ത് ഓരോന്ന് വിവരമില്ലാതെ തെങ്ങിൻ്റെ ചോട്ടിൽ പോയി എനിക്ക് പണിയുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് 2 വർത്തമാനം പറഞ്ഞിട്ടാണ് ഇത് എന്ത് പറ്റിയാന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ അമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിൻ്റെ വേദന എവിടേക്ക് മാറി? ഉറക്കെ പറയാം, കേൾക്കാമല്ല. തേങ്ങ വീണതിൻ്റെ വേദന തലയിലുണ്ട്, പക്ഷേ ഇപ്പം അമ്മയുടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ അത് മനസ്സിലേക്ക് മാറി. ഹല്ലേലൂയ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 23-ാമത് ദൈവശബ്ദം കൺവെൻഷനിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നത്. അന്ന് നമ്മുടെ കൂടെയുള്ള പോൾ കള്ളിക്കാട് അച്ഛൻ, കഴിഞ്ഞ ദിവസം കുർബാന അർപ്പിച്ച അച്ഛൻ നല്ല കൃപയുള്ള അച്ഛനാണ്, വരദാനങ്ങൾ ഉപയോഗിച്ച് ശുശ്രൂഷിച്ച അച്ഛനാണ്. അച്ഛൻ പ്രാർത്ഥിച്ചോ പറഞ്ഞു, മോളെ നിൻ്റെ കയ്യിലിരിപ്പ് കുറച്ച് മോശമാണ്, അതുകൊണ്ട് തമ്പുരാൻ നിന്നോട് കോപിച്ചിരിക്കുകയാണ്, അതുകൊണ്ടാണ് തേങ്ങ വീണത്. ഇനി നിൻ്റെ തലയിൽ കുറച്ചും കൂടെ വലിയ തേങ്ങ വീഴുന്നു ദൈവം പറയുന്നു. അവിടെ പോളച്ചൻ അങ്ങനെ പറയത്തില്ല.
അച്ഛന് ശുദ്ധനായതുകൊണ്ട് നല്ല വിശുദ്ധനായ അച്ഛനായതുകൊണ്ട് അച്ഛൻ്റെ പേര് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കൊച്ചിൻ്റെ വേദന എവിടെയാണ്? ഉറക്കെ പറയാ, കേൾക്കാമല്ല. തേങ്ങ തലയിൽ വീണതിൻ്റെ വേദന മാറിയിട്ടുണ്ടോ? അമ്മ വഴക്ക് പറഞ്ഞതിൻ്റെ വേദന മാറിയിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ അതിനേക്കാളുപരി വേദന അനുഭവിച്ചിരിക്കുന്നത് ആത്മാവിലാണ്. എൻ്റെ ദൈവം എന്നെ കൈവിട്ടോ എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ശാരീരികമായ എല്ലാ വേദനയ്ക്കും ഒരുപക്ഷെ പ്രാർത്ഥന കൊണ്ടും ഈശോയുടെ കുരിശിൽ ആശ്രയിച്ച് ഒരു ശുദ്ധ നിയോഗം വെച്ചിട്ടും നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റും. അതായത് ഇന്നലെ സാബോധന പറഞ്ഞത്, കർത്താവേ സഹനം തരണമേ. കാരണം സഹനമല്ല പ്രശ്നം, ഈശോയെ സ്നേഹിക്കുക എന്നുള്ള പ്രശ്നം എന്ന് സാബോധന മനസ്സിലാക്കിക്കൊണ്ടാണ് പ്രാർത്ഥിക്കണം സാബോധന പറഞ്ഞത്. ഹല്ലേലൂയ, ഈശോയെ നന്ദി. അൽഫോൻസാമ്മ സഹനം വന്നപ്പോൾ ഞാൻ ഈശോയെ സ്നേഹിക്കുകയാണെന്ന് പറഞ്ഞത്. അപ്പോൾ സഹനം, ഈശോയോട് ബന്ധമുള്ള വ്യക്തികൾക്ക് ആ വേദന അത് മാറ്റാൻ വേണ്ടി പറ്റും. ശരീരത്തിലെ വേദന, മനസ്സിലെ വേദനയാണെങ്കിലും ദൈവത്തോട് ബന്ധമുണ്ടെങ്കിൽ ആ ബന്ധത്തിൻ്റെ പുറത്ത് അത് മാറ്റാൻ വേണ്ടി പറ്റും. പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ നൊമ്പരമാണ് എൻ്റെ ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചോ എന്നുള്ള വേദന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ കർത്താവ് പോലും എന്നെ ഉപേക്ഷിച്ചോ. ഒരുപക്ഷെ യേശു സഹിച്ച വേദനകളിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നൊരു വേദന, എൻ്റെ ദൈവമേ എന്തുകൊണ്ട് എന്നെ നീ ഉപേക്ഷിച്ചു? പത്രോസ് ഉപേക്ഷിച്ചു, യൂദാസ് ഒറ്റി കൊടുത്തു, ജനം ഉപേക്ഷിച്ചു. അതൊക്കെ പ്രതീക്ഷിച്ചിട്ടുള്ളതാണ്. യേശു പറഞ്ഞു, മനുഷ്യനിൽ ഉള്ളത് എന്താണെന്ന് അവൻ അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ എല്ലാ സമയത്തും യേശു പറഞ്ഞിരുന്നത്, ഞാനും പിതാവും ഒന്നാണ്, പിതാവ് പറയുന്നതല്ലാതെ ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ പിതാവിനോടുള്ള ബന്ധത്തിൽ ആ ഹൃദയ ഐക്യത്തിൽ എല്ലായ്പ്പോഴും സംസാരിച്ചാൽ യേശു പിതാവിനടുത്ത് പറയും, പിതാവ് എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? ഈശോ അനുഭവിച്ച വേദനകളുടെ തീവ്രത അവിടെയാണ്. എൻ്റെ ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചോ എന്നുള്ള നൊമ്പരം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ്റെ കഴിഞ്ഞ 11 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ, പൗരോഹിത്യ ജീവിതത്തിൽ അച്ഛൻ അനേകരുടെ ദുഃഖങ്ങൾ കണ്ടതിൽ അതിൽ ഏറ്റവും വലിയ വേദന, എൻ്റെ ദൈവം എന്നോട് കരുണ കാണിക്കുമോ? എൻ്റെ ദൈവം ഇനി എന്നോട് കരുണ കാണിക്കുമോ? ഇതുള്ള ഈ ഒരു മനസ്സിൻ്റെ കുറ്റബോധം, മനസ്സിൻ്റെ നിരാശ, ഇത് പിശാചിൻ്റെ ഒരു വലിയ കെണിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. കുമ്പസാരിച്ച് കഴിഞ്ഞാലും, പാപം ഏറ്റു പറഞ്ഞു കഴിഞ്ഞാലും, ദണ്ഡവിമോചനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാലും പിന്നെയും മനസ്സിൽ ഒരു ചിന്ത, എന്നാലും ഞാൻ അങ്ങനെ ചെയ്തില്ലേ, ഞാനൊരു അബോർഷൻ ചെയ്തില്ലേ, ഞാൻ ഇന്ന പോലെ അന്ന് കടുങ്കൈ ചെയ്തില്ലേ, ഞാൻ എൻ്റെ അമ്മേനെ ഇറക്കി വിട്ടില്ലേ, എൻ്റെ ഭർത്താവ് വേറെ പിരിഞ്ഞ് നിന്നില്ലേ, പള്ളിയിൽ നിന്ന് കാശ് മോഷ്ടിച്ചില്ലേ, അങ്ങനെ പലതും നമ്മുടെ മനസ്സിൽ കുറ്റബോധമായി കിടക്കുക. എന്നാലും എന്നോട് എൻ്റെ ദൈവം കരുണ കാണിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നമുക്ക് തെറ്റുപറ്റുന്നതെന്ന് വചനം നമ്മോട് ചോദിക്കുക. ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് വരെ ദൈവത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമായി വചനം പഠിപ്പിക്കുന്നത് അവിടുത്തെ കരുണയെക്കുറിച്ചിട്ടാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. കായൻ്റെയും ആബേലിൻ്റെയും സംഭവത്തിൽ ആദ്യത്തെ ബലിയർപ്പണം നടത്തുന്ന ആബേലും കായലും സഹോദരൻ്റെ ബലി സ്വീകരിക്കപ്പെട്ടു, തൻ്റെ ബലി തിരസ്കരിക്കപ്പെട്ടു എന്നറിഞ്ഞ കായൻ്റെ മുഖം കോപത്താൽ തുടുത്തു. അവന് സഹോദരനോട് ദേഷ്യം വന്നു. എന്നിട്ട് അവൻ കായൻ ആബേലിനെ കൊല്ലുന്ന സംഭവമൊക്കെ നമുക്കറിയാലോ. അവൻ കൊന്നു കഴിഞ്ഞപ്പോൾ ദൈവമായ കർത്താവ് കായനോട് പറഞ്ഞു, 4-ാം അധ്യായത്തിൽ 11-ാമത്തെ തിരുവചനം, നിന്റെ കയ്യിൽ നിന്ന് നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വാ പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. ദൈവം നേരിട്ട് ശപിച്ചവനാണ് കായൻ. നിന്റെ സഹോദരന്റെ രക്തം കുടിക്കാൻ വാ പിളർന്ന ഭൂമിയിൽ നീ ശപിക്കപ്പെട്ടവനായിരിക്കും. അമ്മ ശപിക്കുന്നത്, അപ്പൻ ശപിക്കുന്നത്, നേതൃത്വങ്ങൾ ശപിക്കുന്നത്, അതൊക്കെ പിന്നെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇതാ ദൈവം നേരിട്ട് ശപിച്ചാൽ ഇനി അവൻ ആരാ ഉള്ളത്? ഹല്ലേലൂയ. സാമുവേലിന്റെ പുസ്തകത്തിൽ ഏലി പുരോഹിതൻ മക്കളോട് ചോദിക്കണം, മക്കളെ നിങ്ങൾ പാപം ചെയ്യരുത്. മനുഷ്യനെതിരെ പാപം ചെയ്ത് ദൈവം അവർക്ക് മധ്യസ്ഥം വഹിക്കും. പക്ഷേ ദൈവത്തിനെതിരായി പാപം ചെയ്താൽ ആരാ മധ്യസ്ഥം വഹിക്കുക?
ഇവിടെ കായൻ ദൈവത്താൽ ശപിക്കപ്പെട്ടവനായി. 12-ാമത്തെ വാക്യം, ഉൽപ്പത്തി 4:12. കൃഷി ചെയ്യുമ്പോൾ മണ്ണ് നിനക്ക് ഫലം തരുകയില്ല, നീ ഭൂമിയിൽ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. ദൈവം ശാപം പറഞ്ഞിട്ട് തീർന്നില്ല, അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് പറയാണ്. ഏതൊക്കെ മേഖലയിലാണ് ശാപം നിന്നെ വേട്ടയാടുക എന്ന് വളരെ കൃത്യമായിട്ട് പറയുക. നീ അധ്വാനിച്ചാൽ ഫലം കിട്ടില്ല, നീ അലഞ്ഞു തിരിയുന്നവനായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഇനിയാണ് നമ്മൾ ഈ കായൻ്റെ ഒരു പ്രതികരണം നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഈ സമയത്ത് കായൻ 13-ാമത്തെ വാക്യത്തിൽ ദൈവത്തോട് ഒരു കാര്യം പറയുകയാണ്. എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. കായൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട, ജീവിതത്തിൽ സഹോദരനെ കൊന്ന് ബലിയർപ്പണം തിരസ്കരിക്കപ്പെട്ട് കോപിഷ്ഠനായി ദൈവത്തിൽ നിന്ന് ശാപം പേറി അവൻ്റെ ഉപജീവന മാർഗത്തിൽ തകർച്ച നേരിടുന്ന ഈ കായൻ ദൈവത്തോട് പറയാണ്, ദൈവമേ, എനിക്ക് വഹിക്കാവുന്നതിലും വലുതാണ് ഈ ശിക്ഷ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സമയത്ത് കായനോട് കർത്താവ് പറഞ്ഞൊരു മറുപടി ഉണ്ട്. ഇന്ന് അവിടുന്ന് തന്നെ ഈ സ്ഥലത്ത് നിന്ന് ആട്ടിപ്പായിച്ചിരിക്കുന്നു, അവിടുത്തെ സന്നിധി ഞാൻ ഒളിച്ചു നടക്കണം. എന്നിട്ട് 15-ാമത്തെ വാക്യം കർത്താവ് പറഞ്ഞു, ഒരിക്കലുമില്ല, കായേനെ കൊല്ലുന്നവന്റെ മേൽ 7 ഇരട്ടിയായി ഞാൻ പ്രതികാരം ചെയ്യും. ഹല്ലേലൂയ. ശാപം പേറുന്ന കായൻ, ദൈവമേ, എനിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇതെന്ന് പറഞ്ഞ് നിലവിളിച്ചപ്പോൾ കർത്താവ് പറയാണ്, ഒരിക്കലുമില്ല, കായന്റെ മേൽ ദൈവം മുദ്രയിടുകയാ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എത്ര വലിയ കഠിന പാപിയാണെങ്കിലും അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവമേ എന്ന് വിളിച്ചാൽ, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് വിളിച്ചാൽ, എന്നോട് കരുണ കാണിക്കണമെന്ന് ഹൃദയം തുടങ്ങി വിളിച്ചാൽ കർത്താവ് അവൻ്റെ മേൽ മുദ്ര ഇടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരും കായനെ കൊല്ലാതിരിക്കാൻ വേണ്ടി അവൻ്റെ മേൽ കർത്താവ് മുദ്രയിട്ടു. നീതിമാനായ ആബേലിൻ്റെ മേൽ ഇല്ലാത്ത ഒരു മുദ്രയാണ്. ആബേലിന്റെ മേൽ ദൈവം ഇപ്രകാരം ഒരു മുദ്ര ഇട്ടിട്ടില്ല. പക്ഷേ പാപം ചെയ്ത് ശാപം പേറുന്ന കായന്റെ മേൽ ദൈവം ഒരു മുദ്രയിട്ടു, അവനെ ആരും കൊല്ലാതിരിക്കാൻ. ഇത് കായന്റെ മേൽ ദൈവം മുദ്രയിട്ടത് ഉൽപ്പത്തി പുസ്തകത്തിൽ തുടങ്ങിയതാണ്. പാപം ചെയ്തവൻ ദൈവത്തിൻ്റെ പക്കലേക്ക് മടങ്ങി വന്നാൽ ദൈവം അവനെ സ്വന്തമാക്കി മുദ്രയിടുകയാണ്. ഹല്ലേലൂയ. അവനെ ആരും ശല്യപ്പെടുത്താതിരിക്കാൻ, അവനെ ആരും ഉപദ്രവിക്കാതിരിക്കാൻ. ഇത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോഴും ഇതിന് സമാനമായ ഒരു സംഭവം നമ്മൾ കാണുന്നുണ്ട്. രാവിലെ സാബോദർ സാംസൺ പാപം ചെയ്തതിനെ കുറിച്ച് പറഞ്ഞു. അവൻ്റെ ജീവിതത്തിൽ വിശുദ്ധി നഷ്ടപ്പെട്ടു, അവൻ പാപത്തിൻ്റെ വഴിയെ പോയി. പാപത്തിൻ്റെ വഴിയെ പോയ സാംസൺ അവൻ്റെ അവസാന നാളുകളിൽ അവനെ ഫിലിസ്ത്യരെ പിടിച്ച് അടിമത്തത്തിലാക്കുന്നു, കണ്ണു ചുഴന്നുകൊണ്ട് പോകുന്നു, അടിമയെപ്പോലെ മാവ് പൊടിക്കുന്ന വേലയിൽ ഏർപ്പെടുത്തുന്നു. എന്നിട്ട് 3000-ഓളം പേര് വലിയൊരു ഓഡിറ്റോറിയത്തിൽ ഒരുമിച്ച് കൂടി അഭ്യാസം കാണിക്കാൻ വേണ്ടി സാംസനെ വിളിക്കുകയാണ്. നേരത്തെ ഒരു കഴുതയുടെ താടിയല് കൊണ്ട് ആയിരക്കണക്കിന് ആൾക്കാരെ കൂന കൂട്ടിയ സാംസൺ ഇപ്പോൾ ഇതാ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അഭിഷേകം നഷ്ടപ്പെട്ടു, അവൻ അടിമയായി, കണ്ണിന് കാഴ്ചയില്ല, കണ്ണ് ചുഴുന്നെടുത്ത് കളഞ്ഞു. അവനെ ഒരു ചെറുപ്പക്കാരൻ, ഒരു ബാലനാണ് കൈപിടിച്ച് നടത്തുന്നത്. ആ സമയത്ത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 28 മുതൽ വാക്യങ്ങളിൽ സാംസൺ കായൻ പ്രാർത്ഥിച്ചതുപോലെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ സാംസൺ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. കാര്യമൊക്കെ ശരിയാണ്, അനുസരണക്കേട് കാണിച്ചു, വിശുദ്ധി നഷ്ടപ്പെട്ടു, മുടി മുറിച്ച് കളഞ്ഞു, രഹസ്യം പുറത്താക്കി, ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. എന്നിട്ടും സാംസൺ ദൈവത്തെ വിളിക്കുകയാണ്, ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ. ഞെരുക്കത്തിൻ്റെ നാളിൽ, കഷ്ടപ്പാടിൻ്റെ നാളിൽ, പാപത്തിൽ അതിൻ്റെ പ്രത്യാഘാതം പേറുന്ന ഈ സാംസൺ ദൈവത്തെ വിളിക്കുകയാണ്, ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ. അടുത്ത വാക്യം, ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടി ഞാൻ നിന്നോട് യാചിക്കുന്നു. എന്റെ കണ്ണുകളിൽ ഒന്നിന് ഫിലിസ്ത്യരോട് പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. പഴയ നിയമ പശ്ചാത്തലമാണ്. കണ്ണിന് പകരം കണ്ണ്, പല്ലിന് പകരം പല്ല്. ദൈവമേ, എൻ്റെ കണ്ണിന് പകരം പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. എന്നിട്ട് സാംസൺ ചെയ്തത് നമുക്കറിയാലോ. അവൻ തൂണുകളിൽ 2 തൂണുകളെ പിടിച്ച് അവൻ തള്ളി. ആ ഓഡിറ്റോറിയത്തിന് മേൽക്കൂര താഴെ വീണു.
അത് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 3000 പേൽ വീണു. എന്നിട്ട് 30ാമത്തെ വാക്യത്തിൽ അവൻ പറഞ്ഞു, ഫിലിസ്ത്യരോടുകൂടെ ഞാനും മരിക്കട്ടെ. സാംസന്റെ രണ്ടാമത്തെ പ്രാർത്ഥന, ഫിലിസ്ത്യരോട് ഞാനും മരിക്കട്ടെ. സർവശക്തിയും ഉപയോഗിച്ച് അവൻ കുനിഞ്ഞു. കെട്ടിടം അതിലുണ്ടായിരുന്ന പ്രഭുക്കന്മാരുടെയും മറ്റ് ആളുകളുടെയും മേൽ വീണു. അടുത്ത വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ അധികമായിരുന്നു. മരണസമയത്ത് അവൻ കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ അധികമായിരുന്നു. എന്നിട്ട് 16-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യം പറ്റി പറയുന്നു, 20 വർഷമാണ് അവൻ ഇസ്രായേലിൽ ന്യായപാലനം നടത്തിയത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ 20 വർഷത്തിൽ 19 വർഷം നമുക്ക് മാറ്റാം. അവസാനത്തെ ഒരു വർഷത്തിലാണ് ഇവൻ ഈ അവിശ്വസ്തത കാണിച്ച് പാപത്തിൻ്റെ വഴിയിലേക്ക് പോകുന്നത്. എന്നിട്ട് അവസാനത്തെ ഈ വർഷത്തിൽ പാപം ചെയ്ത് പിടിക്കപ്പെട്ട് അവൻ്റെ അഭിഷേകം പോയി കഴിഞ്ഞപ്പോൾ അവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ എന്നെ ഓർക്കണമേ എന്ന് പറഞ്ഞ് അവൻ കർത്താവിന് ശക്തി സ്വീകരിച്ചപ്പോൾ വചനം പഠിപ്പിക്കുന്നു, അവൻ മരണസമയത്ത് കൊന്നവർ ജീവിച്ചിരിക്കുമ്പോൾ കൊന്നവരെക്കാൾ അധികമായിരുന്നു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കൾ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. സാംസൺ 19 വർഷം ദൈവത്തോട് വിശ്വസ്തത പുലർത്തി ജീവിച്ച കാലത്ത് അവൻ്റെ ശരീരത്തിൽ, അവൻ്റെ ജീവിതത്തിൽ പ്രകടമായതിനേക്കാൾ വലിയ ദൈവശക്തി അവൻ്റെ അവസാന നാളുകളിൽ ദൈവം കൊടുത്തു. അതുകൊണ്ടാണല്ലോ അവൻ ജീവിച്ചിരുന്നപ്പോൾ കൊന്നവരെക്കാൾ കൂടുതൽ ആൾക്കാരെ അവൻ്റെ അവസാന നിമിഷത്തിൽ കൊന്നൊടുക്കിയത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതാണ് ജെറമ്യായുടെ പുസ്തകം 3-ാം അധ്യായം 22-ാമത്തെ വാക്യം. അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവിൻ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിശ്വസ്തയുടെ മുറിവ് പരിഹരിച്ച് വീണ്ടും ശക്തിപ്പെടുന്ന ദൈവമാണ്. പിന്നെ എന്ത്? സാംസൺ തകർന്നു പോയത്. സാംസന്റെ രണ്ടാമത്തെ പ്രാർത്ഥന ആവശ്യമില്ലായിരുന്നു. ആദ്യം സാംസൺ പ്രാർത്ഥിച്ചു, കർത്താവേ പ്രതികാരം ചെയ്യാൻ എന്നെ ശക്തിപ്പെടുത്തണമേ. ദൈവം അത് കേട്ടു. രണ്ടാമത് സാംസൺ പ്രാർത്ഥിച്ചു, അവരോട് കൂടി ഞാനും മരിക്കട്ടെ എന്ന്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ വേണ്ടി ദൈവം സാംസൺ അഭിഷേകം കൊടുത്തെങ്കിൽ രണ്ടാമത്തെ പ്രാർത്ഥനയ്ക്ക് പകരം സാംസൺ ഒന്ന് മാറ്റി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ, ദൈവമേ ഒരിക്കൽ കൂടി എനിക്ക് അവസരം തരണം, ഒരിക്കൽ കൂടി എനിക്ക് അഭിഷേകത്തോടെ ശുശ്രൂഷ ചെയ്യാൻ പറ്റണം എന്ന് സാംസൺ പറഞ്ഞിരുന്നെങ്കിൽ ദൈവം അവൻ്റെ നാശം അനുവദിക്കുമായിരുന്നു. വിശുദ്ധ ഫൗസ്തീനയുടെ ഡയറിക്കുറിപ്പിൽ കർത്താവ് വിശുദ്ധയോട് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, നീ നിന്റെ നികൃഷ്ട അവസ്ഥ എൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ നിനക്ക് ഒന്നും നഷ്ടമാകുന്നില്ല, മറിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ പുനഃസ്ഥാപിച്ച് നൽകാൻ നിന്റെ ദൈവം ശക്തനാണെന്ന് നീ ഓർക്കണമെന്ന് വിശുദ്ധയോട് കർത്താവ് പറയുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷെ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് സാംസന് തിരിച്ച് അറിവില്ലാതെ പോയി. ഹല്ലേലൂയ. നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെക്കുറിച്ച്, നമ്മുടെ കർത്താവിനെക്കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള ബോധ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തിൻ്റെ കരുണയും സ്നേഹവും തിരിച്ചറിയാനോ അത് മനസ്സിൽ ഉറപ്പിക്കാനും പറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് അത്യാവശ്യ സമയങ്ങളിൽ അതിൽ ദൈവത്തിൽ ആശ്രയിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ സാമുവേലിൻ്റെ പുസ്തകത്തിൽ പാപം ചെയ്തിട്ടും ദൈവത്തിൻ്റെ കരുണയെ തിരിച്ചറിഞ്ഞ് തിരിച്ചു വന്ന ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് 2 സാമുവേൽ 2-ാമത്തെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ ബത്ശബയുമായി പാപം ചെയ്ത് ഊറിയാവിനെ കൊലപ്പെടുത്തി പാപത്താൽ ദൈവസന്നിധിയിൽ അപ്രീതി നേടിയ ദാവീദ് 12-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യത്തിൽ ദാവീദിനോട് കർത്താവ് പറയുകയാണ്, എന്നെ നിരസിച്ച് ഹിത്യനായ ഊറിയായുടെ ഭാര്യയെ നീ സ്വന്തമാക്കിയതുകൊണ്ട് നിന്റെ ഭവനത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല. കായന്റെ മേൽ ഒരു ശാപം വന്നതുപോലെ ഈ ദാവീദിന്റെ വംശത്തിൽ ഒരു ശാപം വന്നു. അവന്റെ വംശത്തിൽ നിന്ന് വാൾ ഒഴിയുകയില്ല എന്ന്. ഹല്ലേലൂയ. ഈ സമയത്ത് 12-ാം അധ്യായത്തിൽ 13-ാമത്തെ വാക്യത്തിൽ ഇത് തിരിച്ചറിഞ്ഞ നാഥാൻ പ്രവാചകനിലൂടെ കർത്താവിൻ്റെ ശാപം കേട്ട ദാവീദ് നിലവിളിക്ക് കരഞ്ഞു പ്രാർത്ഥിക്കുകയാണ്. 13, ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. ഹല്ലേലൂയ. ഒരു കായേനോ ഒരു സാംസനോ പറയാത്ത ഒരു വാക്ക് ഇതാ ദാവീദ് പറഞ്ഞു, ഞാൻ കർത്താവിനെതിരായി പാപം ചെയ്തു പോയി. ഉടനെ പ്രവാചകനിലൂടെ കർത്താവ് പറഞ്ഞു, നാഥാൻ പറഞ്ഞു,
കർത്താവ് നിന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. നീ മരിക്കുകയില്ല. ഹല്ലേലൂയ. സാംസൺ മരിച്ചു, പക്ഷേ ദാവീദ് മരിച്ചില്ല. സങ്കീർത്തന പുസ്തകത്തിൽ 51-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ ഈ ദാവീദ് മരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചില്ലെന്ന് മാത്രമല്ല, ദാവീദ് സാംസൺ പ്രാർത്ഥിക്കാത്ത ഒരു കാര്യം കൂടി ദാവീദ് പ്രാർത്ഥിച്ചു. സങ്കീർത്തനം 51:11, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. ഹല്ലേലൂയ. പാപം ചെയ്ത ദൈവസന്നിധിയിൽ ശാപം പേറുന്ന ദാവീദ് അവൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. തീർന്നില്ല, പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുത്. ഈ ദാവീദിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ യേശുവിൻ്റെ വംശാവലി എഴുതി വെക്കുമ്പോൾ അവിടെ 6-ാമത്തെ വാക്യത്തിന് അവസാനം ദാവീദ് ഊറിയായുടെ ഭാര്യയിൽ നിന്ന് ജനിച്ച സോളമൻ്റെ പിതാവായിരുന്നു എന്ന് പറഞ്ഞ് ഈ ദാവീദിന്റെ വംശത്തിൽ നിന്ന് യേശു പിറക്കാൻ വേണ്ടി കർത്താവ് ഇടയാക്കി. ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് തള്ളിക്കളയരുത്, പരിശുദ്ധാത്മാവിനെ എടുത്തു കളയരുതെന്ന് പറഞ്ഞ് നിലവിളിച്ച ദാവീദിന്റെ കർത്താവ് തൻ്റെ പിതാവായ ദൈവം തൻ്റെ പുത്രനെ അയക്കുന്ന വംശത്തിൻ്റെ ഒരു കണ്ണിയാക്കി മാറ്റി ദാവീദിന്റെ വംശം. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ അതിൽ 20-ാമത്തെ വാക്യത്തിൽ യോസേഫ് പിതാവിന് ദൂതൻ വരുന്ന സമയത്ത് പറയുന്ന വാക്കുണ്ട്. കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിന്റെ പുത്രനായ ജോസഫ്. ആരാ ഈ ദാവീദ്? ഊറിയായെ കൊന്ന് അവൻ്റെ ഭാര്യയെ സ്വന്തമാക്കിയ പാപം ചെയ്ത ദാവീദ്. പക്ഷേ യോസേഫ് പിതാവിനെ പോലെ അഭിസംബോധന ചെയ്തത് ദാവീദിന്റെ പുത്രനായ ജോസഫ് എന്ന് പറഞ്ഞിട്ടാണ്. ഹല്ലേലൂയ. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന് പറഞ്ഞ വ്യക്തിയെ കർത്താവ് തള്ളിക്കളഞ്ഞില്ലെന്ന് മാത്രമല്ല, അഭിഷേകത്താൽ ആ വംശത്തെ അവിടുന്ന് ഉയർത്തുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. എങ്കിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് ഈ സമയം കർത്താവിൻ്റെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ ജീവിതത്തിൽ ഏത് മേഖലയിൽ ഇടറിയവരാണെങ്കിലും, കായനെ പോലെ ഇടയവരാണെങ്കിലോ, സാംസനെ പോലെ ഇടയവരാണെങ്കിലും, പത്രോസിനെ പോലെയോ ആരെ പോലെ ആയിക്കോട്ടെ, കർത്താവിൻ്റെ തിരിച്ചു വന്ന് ദൈവമേ എന്നോട് കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം അവരോട് കരുണ ചൊരിയും. തുടർന്ന് കർത്താവിൻ്റെ കരുണ സ്വീകരിക്കാൻ, കർത്താവിൽ നിന്ന് കൃപ സ്വീകരിക്കാൻ വേണ്ടി കരുണയുടെ പ്രവാചകയായ വിശുദ്ധ ഫൗസ്റ്റീനയോട് കർത്താവ് പറഞ്ഞ ചില കാര്യങ്ങൾ അച്ഛൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതിൽ തൊടുപുഴ ഡിവൈൻ മേഴ്സി ശ്രൈനിൽ നിറക്കിയ ഒരു എൻ്റെ അന്തരാത്മാവിലേക്ക് ഒഴുകിയിറങ്ങിയ ദൈവ കരുണ എന്ന പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് വളരെ വിശദമായി 8-9 കാര്യങ്ങൾ കർത്താവ് വിശുദ്ധയോട് പറയുന്നുണ്ട്. ആ ഒരു പുസ്തകത്തിൻ്റെ ആമുഖത്തിൽ മാർ ജോർജ് പുന്നക്കോട്ടി പിതാവ്, ബൈബിൾ പഠനായ പിതാവ്, ഇങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്: കത്തോലിക്ക സഭയുടെ പഠനങ്ങളോട് ചേർന്ന് പോകുന്നതും സഭയുടെ ആരാധനാക്രമങ്ങളെയും ഇതര ഭക്ത്യാഭ്യാസങ്ങളെയും കൂടുതൽ ആഴത്തിലും ആദരവിലും സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും സഹായിക്കുന്നതാണ് ഈ ഗ്രന്ഥം. ഹല്ലേലൂയ. കരുണയെക്കുറിച്ച് വിശുദ്ധ ഫൗസ്റ്റീനോട് കർത്താവ് പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ യേശുവിൻ്റെ സ്നേഹത്തിലേക്ക് കൂടുതൽ ആഴത്തിൽ നമ്മളെ നയിക്കാൻ കാരണം ആകുമെന്ന്. ഹല്ലേലൂയ. വിശുദ്ധയോടെ കർത്താവ് ഇപ്രകാരം പറഞ്ഞു: നീതിമാന്മാരോട് എന്നതിനേക്കാൾ പാപികളോട് ഞാൻ കൂടുതൽ കാരുണ്യം കാണിക്കും. പ്രൈസ് ദി ലോർഡ്. ആർക്കാണ് കാരുണ്യമുള്ളത്? ആർക്കാ കൂടുതൽ കാരുണ്യം? നീതിമാന്മാർക്കല്ല, പാപികൾക്കല്ല. ലൂക്കായുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞല്ലോ, ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാൻ. വിശുദ്ധ ഫൗസ്റ്റീന ഡയറിക്കുറിപ്പിൽ 1275 പാരഗ്രാഫിൽ ഈശോ പറഞ്ഞു, അവർക്ക് വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് ഞാൻ ഇറങ്ങി വന്നത്, അവർക്ക് വേണ്ടിയാണ് ഞാൻ എൻ്റെ രക്തം ചിന്തിയത്. എൻ്റെ അടുക്കൽ വരുവാൻ അവർ ഒട്ടും ഭയപ്പെടേണ്ട, അവരാണ് എൻ്റെ കരുണയ്ക്ക് ഏറ്റവും അർഹതയുള്ളത്. ഹല്ലേലൂയ. പാപികൾക്കാണ് കർത്താവിൻ്റെ കരുണയ്ക്ക് ഏറ്റവും അർഹതയുള്ളതെന്ന്. ഹല്ലേലൂയ. വീണ്ടും 1059 പാരഗ്രാഫിൽ വിശുദ്ധയോട് കർത്താവ് പറഞ്ഞു, ഒരാത്മാവിൻ്റെ പാപങ്ങൾ
ലോകത്തിലെ മുഴുവൻ മണൽത്തരികളെക്കാൾ അധികമാണെങ്കിൽ പോലും അവയെല്ലാം എൻ്റെ കരുണയുടെ ആഴത്തിൽ ആഴ്ന്നു പോകും. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ പാപിയാണെങ്കിലും കർത്താവ് പറയാണ് അവയെല്ലാം എൻ്റെ കരുണയുടെ ആഴത്തിൽ അകന്നു പോകും. ഒരിക്കൽ ഈ വിശുദ്ധ ഫൗസ്റ്റീന ഈശോയുടെ സന്നിധിയിൽ ജീവിതത്തിൽ വന്ന ചില കുറവുകളെ ഓർത്ത് നിലവിളിച്ചപ്പോൾ ഈശോ പറഞ്ഞു, നിന്നോട് എത്ര പ്രാവശ്യം ക്ഷമിച്ചു എന്നതിൻ്റെ കണക്ക് ഞാൻ സൂക്ഷിച്ചിട്ടില്ല. ഹല്ലേലൂയ. അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും അധ്യാപകരാണെങ്കിലും പറയും, ഇത് ലാസ്റ്റ് വാണിംഗ് ആണ്, ഇനി ഇത് ആവർത്തിച്ചാൽ. ഹല്ലേലൂയ. കർത്താവ് പറയാണ്, എത്ര പ്രാവശ്യം നിന്നോട് ക്ഷമിച്ചു എന്നതിൻ്റെ കണക്ക് ഞാൻ സൂക്ഷിച്ചിട്ടില്ല. ഹല്ലേലൂയ. അതുമാത്രമല്ല, വിശുദ്ധയുടെ കർത്താവ് പറഞ്ഞു, നീ ഓരോ പ്രാവശ്യവും എൻ്റെ അടുത്ത് വന്ന് കർത്താവ് എനിക്ക് തെറ്റുപറ്റിപ്പോയി, എന്നോട് കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ എൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓരോ പ്രാവശ്യവും ദൈവമേ ഞാൻ പാപിയാണ്, എന്നോട് കരുണയായിരിക്കണം എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കരുണയെ മഹത്വപ്പെടുത്തുകയാണെന്ന് ഈശോ പറയുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കുറച്ച് കുമ്പസാരിക്കുന്ന വ്യക്തിയായിരിക്കുമോ കൂടുതൽ കുമ്പസാരിക്കുന്ന വ്യക്തിയായിരിക്കുമോ കർത്താവിൻ്റെ കരുണയെ കൂടുതൽ മഹത്വപ്പെടുന്നത്? അവർക്ക് പറയാം. അതുകൊണ്ടാണ് പല വിശുദ്ധരും ദിവസത്തിൽ പല പ്രാവശ്യം കുമ്പസാരിച്ചിരുന്നത്. അവർക്ക് പാപത്തിൻ്റെ എണ്ണം കൂടിയോണ്ടല്ല, മറിച്ച് കർത്താവിൻ്റെ കരുണയെക്കുറിച്ചും ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും ബോധ്യം വന്നുകൊണ്ട് വീണ്ടും ആ കൃപ സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നു. ഹല്ലേലൂയ.